അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞങ്ങൾ നിസ്കരിക്കുന്നതായ നിസ്കാരം, ആ നിസ്കാരത്ത് ഒരുപാട് ഫർളുണ്ട്, ഷർത്തുണ്ട്. നിസ്കാരത്തെ പ്രധാനപ്പെട്ട ഷർത്തിലൊന്നായിട്ടിക്കട് ഔറത്ത് മറക്കൽ ചൊല്ലത്. ഔറത്ത് മറക്കൽ പ്രതി ആണുകും പെണ്ണുകും കഡ്ഡായായിട്ടിക്കട് നിസ്കാരത്തെ പത്തും അതുപോലെ നിസ്കാരത്തിൽ ആൻ്റെ ഔറത്ത് നമുക്ക് കൊണ്ടുണ്ട് മാബൈന സുറത്തി വറുക്കുബത്തി, അവൻ്റെ മുട്ടുപൊക്കളുടെ ഇടയിലായിട്ടിക്കടും. പെണ്ണിടെ ഔറത്ത് അവളുടെ മുഖവും മുങ്കയും വിട്ടിട്ടു ബാക്കിയെല്ലാം ഔറത്തായിട്ടിക്കടും. ഇത് മറച്ച് വെക്കൽ നമുക്ക് നിർബന്ധമായിട്ടിക്കടും. ഇനി നിസ്കാരത്തെ അല്ലാത്ത ടൈം അഥവാ നിസ്കാരം തുടങ്ങണ മുന്നുണ്ടെങ്കിൽ ഉളു എടുക്കട. ഈ ഉളു എടുക്കട സമയത്തിൽ അല്ലെങ്കിൽ കുളിക്കട സന്ദർഭത്തിൽ നമുക്ക് ഔറത്ത് മറക്കൽ നിർബന്ധം ഉണ്ടാകട്ടെ ഒരു ചോദ്യമായിട്ട്. ബാത്റൂമിലങ്ങ് ഉളു എടുക്കുമ്പോൾ ചില ആൾമാർ ചട്ടിയിട്ട് ഉളു എടുക്കിടാങ്ങുള്ളാറ്, എന്തെങ്കിലും ചെറിയൊരു തുണി ഉടുത്തിട്ട് ഉളു എടുക്കിടാങ്ങുള്ളാറ്. കുളിക്കുമ്പോൾ അതുപോലെ ചെറിയ വസ്ത്രം ഉടുത്തിട്ട് കുളിക്കിടാങ്ങുള്ളാറ്. അപ്പം അങ്ങനെ കുളിക്കൽ കൊണ്ട് അങ്ങനെ ഒന്നു സമാവിടാണ്ട് അല്ലെങ്കിൽ അങ്ങനെ കുളി സമാവിടാ ഒന്നു സമാവിടാന്ന് ചെല്ലതായിട്ട്. വാസ്തവത്തിൽ ഒലുക്കും കുളിക്കും അതുപോലെ ഈ വസ്ത്രം മറക്കൽ ഇതിക്ക് സംബന്ധമില്ല. ശരി, ഒലു എടുക്കുമ്പോൾ ഒരുത്തൊക്കെ ഔറത്ത് മറക്കൽ നിർബന്ധമില്ല എൻ്റെ അർത്ഥം. ഒലു എടുക്കുമ്പോൾ ഔറത്ത് മറക്കൽ നല്ലത് ആയെങ്കിൽ എന്തില്ല, അത് ഒന്നുകൂടെ ഷർത്തിലൊന്നും പെട്ടതല്ല. അപ്പോൾ ഒരാൾ ബാത്റൂമിൽ എന്തെങ്കിലും തുണി കൊടുത്തിട്ടാലും ചട്ടിയിട്ടിട്ടാൽ ഉളുവാക്കിയിട്ട് അല്ലെങ്കിൽ എന്തും ഇല്ല എൻ്റെ വസ്ത്രം ഇല്ലാണ്ടമേ അതിൽ ഉളു എടുത്തെങ്കിലും ഉളുക്ക് എന്തും എന്താവല്ലേ ബാധിക്കില്ല. അത് ഉളു സമാവിടും. കുളിക്കുമ്പോൾ അതുപോലെ കുളിക്കുമ്പോൾ എന്തെങ്കിലും ഉടുത്തിട്ട് കുളിക്കൽ സുന്നത്തായിട്ട് കിടും. ഇങ്ങനെ ഒരാൾ എന്ത് ഉടുക്കാണ്ടമേ കുളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കുളിക്കൊന്നും അതെന്തല്ല തൊന്തരാവില്ല. പക്ഷേ കുളിക്കുമ്പോൾ എന്തെങ്കിലും ഉടുക്കൽ സുന്നത്തും അങ്ങനെ നഗ്നമായിട്ട് കുളിക്കൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്നുണ്ടെല്ലാം പണ്ഡിതന്മാർ നാങ്ങട്ട എന്താക്കിയിട്ട് എച്ചരിക്ക തന്നിടാറും. ഏതുമാവട്ടെ ഉളു കുളിയിൽ ജനറലും ഔറത്ത് മറക്കൽ എന്തല്ല ഷർത്തൊന്നും അല്ല. പക്ഷേ നിസ്കാരത്തിൽ അത് പ്രധാനപ്പെട്ട ഷർത്തായിട്ടിക്കിടും. ആണും പെണ്ണും അങ്ങനെ ഔറത്ത് മറക്കൽ നമുക്ക് കഡ്ഡായായിട്ടിക്കിടും. ആൻ്റെ ഔറത്ത് മുട്ടുപൊക്കളുടെ ഇടയിൽ അതിനിടയിൽ എല്ലാം മറച്ചിട്ട് വേണം. പല ആൾമാരും പള്ളി പണ്ട് നിസ്കരിക്കിടാറ്. അങ്ങനെ റുക്കു പോകുമ്പോൾ അതുപോലെ സുജൂദ് പോകുമ്പോൾ അങ്ങനെ പാൻറ്റ് കീഴാവിടും, ഷർട്ട് മേലാവിടും. ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിട്ട് അങ്ങനെ ഔറത്ത് വലിയാവുന്നത് ഇത് കണ്ടുകൊണ്ടുണ്ട്. ഇത് തീരെ ഒരു ബേജാബ്ദാരി ആയിട്ടിക്കട്. എത്ര കഷ്ടത്തിലാവത്തിട്ട് ദൂരത്തെ വന്നിട്ട് ഒന്നു എടുത്തിട്ട് പള്ളിയിൽ വന്നിട്ട് ഇമാം ജമാഅത്ത് നിസ്കരിക്കോ വന്നങ്ങ് ഈ നിലയ്ക്ക് അങ്ങനെ നിസ്കാരത്തെ ബാത്തിലാക്കുന്നത് വളരെ ബേജാറുള്ള ഒരു കാര്യമായിട്ടിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കില്ലേ? പലപ്പോഴും അങ്ങ് ചെല്ലലുണ്ട്. ഒരാൾ പാൻറ്റ് ഇട്ടിട്ടാകുമ്പോൾ സഹജമായിട്ട് അതിലെ പാൻറ്റ് റുക്കു പോകുമ്പോൾ സുജൂദ് പോകുമ്പോൾ കീഴാവിടെ. ಅದಕ್ಕೆ എന്തിനു വേണു? ഒന്നിരിക്കലോ എന്തെങ്കിലും ഒരു മുണ്ട് പോലത്തെ കൊടുത്തല, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൻറ്റേ ഇടണുണ്ടായെങ്കിൽ ചട്ടയുടെ ഉൾക ഒരു ബനിയന അല്ലെങ്കിൽ ടീഷർട്ടാ ഇടുക, ചില ഉദ്ദത്തത് അതിൽ കീഴിൽ വലിക്കുക. എന്നിട്ട് അതിന് മേൽ പാൻറ്റ് ഇട്ടുണ്ടായെങ്കിൽ നിങ്ങൾ പാൻറ്റ് കീഴാകുമ്പോൾ അവിടെ എന്താവും, ഔറത്ത് വലിവാവാത്ത പോലെ ഞങ്ങളെ ഉൾക്കത്ത് ബനിയന് തടയിട് അല്ലെങ്കിൽ ടീഷർട്ട് തടയിട്. ഇത് പ്രത്യേകിച്ച് ഞങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ നിസ്കാര ബാത്തിലാവും. പെണ്ണിങ് അതുപോലെ ശ്രദ്ധിക്കില്ല. പല പെണ്ണിങ്ങും നിങ്ങൾ നോക്കറു, നിങ്ങളെ നിങ്ങളെ പെണ്ണിമാരെ നിസ്കാരം ഒന്ന് പോയിട്ട് ശ്രദ്ധിക്കൂ. അങ്ങ് മുഖമക്കൻ ഇടാറ്. മുഖമക്കനെന്തും ഇത്തരത്തിലായെങ്കിൽ നിസ്കാര സമാവില്ലാണ്ടില്ല. മുഖമക്കനെ സാധാരണ നിസ്കാരത്തിൽ ഉപയോഗിക്കുന്നതായ പെണ്ണിങ് ഉപയോഗിക്കുന്നതായ ഒരു വസ്ത്രമായിട്ടിരിക്കുന്നത്. മുഖമക്കനമേ ആവട്ടില്ല, ഏതെങ്കിലും ഒരു വസ്ത്രം കൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെ മുഖവും അതുപോലെ മുങ്കയും വിട്ടിട്ട് ബാക്കിയെല്ലാം മറക്കൽ നമുക്ക് നിർബന്ധമായിട്ടിരിക്കും. ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത ഹായിലിൻ ഐ ബാലിഗിൻ ഇല്ലാ ബി ഖിമാരിൻ. ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യമുള്ളൂ. ഒരു പ്രായപൂർത്തിയായ പെണ്ണിടെ നിസ്കാരം അവളെ സ്വീകരിക്കുന്നുണ്ടായെങ്കിൽ അത് മുഖമുക്കനെ അഥവാ വസ്ത്രം പൂർണ്ണമായിട്ട് മറച്ചിട്ട് വേണമുണ്ട്.
അപ്പോൾ ഇന്നത്തെ പെണ്ണുങ്ങളെ നിസ്കാരത്തിൽ പലപ്പോഴും അങ്ങനെ മുടി കാണ്ട്, അതുപോലെ കാലിൻ്റെ അടിഭാഗം കാണ്ട്, ഇതെല്ലാം പെണ്ണുങ്ങൾ ശ്രദ്ധിക്കില്ല. കാലിൻ്റെ അടിഭാഗത്ത് തോറും വസ്ത്രം എത്തില്ലെങ്കിൽ കാലുകൾ സ്വാക്സായിട്ടൊന്നും. അതുപോലെ പൂർണ്ണമായിട്ടും മുഖത്തെ ഭാഗം മറച്ചിട്ട് വേണം. ഒരു മുടി പോലും പുറത്ത് കാണോ തീരാ. സമയല്ലാഹു ലിമൻ ഹമിദാലും കൈമേലാക്കുമ്പോൾ പലപ്പോഴും കൈരഞ്ഞത്തെ ഭാഗത്ത് വസ്ത്ര കീറുപോലുള്ള ചാൻസ് ഉണ്ട്. അതും നിസ്കാരത്തെ ബാത്തിലാക്കുക കാരണമാവും. അതുകൊണ്ട് എന്ത് വേണോ അവിടേക്ക് ഒരു ഇലസ്റ്റിക് പോലത്തെ ഒന്ന് കെട്ടിയിട്ട് അങ്ങനെ വസ്ത്ര കീലാവാത്ത പോലെ ഭാഗം കീലാവാത്ത പോലെ നമുക്ക് ശ്രദ്ധിക്കണം. ഇതെല്ലാം ഞങ്ങൾ പെണ്ണുങ്ങളെ ക്ലാസ്സിൽ പ്രതി വീക്കിലി പെണ്ണുങ്ങളെ ക്ലാസ്സിലെല്ലാം എല്ലാ പള്ളിയിലും ഉസ്താദുമാർ പരിപാടി കൊടുക്കാറ്. പക്ഷേ ഇന്നത്തെ പെണ്ണിങ്ങോ അത് പുരുഷത്വമില്ല, ആണിങ്ങോ അത് ചൊല്ലും നമുക്ക് നെനപ്പും വയ്ക്കില്ലേ. വലിയൊരു ബേജവാബ്ദാരിയായിട്ടിക്കട് പ്രത്യേക ആണിങ്ങ നിങ്ങൾ മങ്ങിലായിട്ട് നിങ്ങളെ പെഞ്ഞേ മക്കവോ നിങ്ങൾ ചോറും അതുപോലെ ഡ്രസ്സ് മാത്രം കൊടുത്തേ മെയ്യാവല്ല. അങ്ങക്ക് ഇൽമ പരിപാടി കൊടുക്കണം. ആ വിഷയത്തിൽ ഉസ്തുവാരി വയസ്സിൽ നിങ്ങളെ കടമയായിട്ടിക്കട്. എന്നാൽ ആഖിറത്തിൽ എൻ്റെ മാപ്പിൽ നമുക്ക് ഇൽമ പഠിക്കൂ സൗകര്യമാക്കി തന്നിട്ടില്ല എന്നിട്ട് പെഞ്ഞൈമാർ ദൂരെ ചെല്ലുവാർ. അപ്പം നിങ്ങൾ അപരാധി സ്ഥാനത്തിൽ ഉണ്ടാവാർ. അതുകൊണ്ട് പ്രത്യേക ആണിങ്ങവും അങ്ങനെ പെണ്ണുങ്ങളെ പള്ളിയിൽ നടക്കുന്നതായ ക്ലാസ് കടത്തൽ കഡായായിട്ടിക്കട്. അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണിമേ നാലാഖിറത്തിൽ നിങ്ങളെ ഇതിൽ ദൂരെ ചെല്ലുവോ ചാൻസ് ഉണ്ട്. പ്രായത്തിൽ ക്ലാസ് ഇല്ലെന്നുണ്ടെങ്കിൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ഗമനത്ത് കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങളെ ക്ലാസ് നിങ്ങൾ നടപ്പാട്ടും റെഡിയാവണം. അപ്പോൾ ഇങ്ങനെ ആയിട്ട് ഔറത്ത് മറക്കടെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഇടതായ ഔറത്ത് ഈ മറക്കടതായ വസ്ത്ര വിമാലായി യസിഫു ലൗനൻ ഞങ്ങളെ ഉൾഭാഗത്തെ കളറുങ്ങ കാണ്ടേ ഞങ്ങളെ ഉൾഭാഗത്തെ അവയവത്തെ കാണ്ട പോലത്തെ തെളുപ്പടെ വസ്ത്രമായിട്ടിക്കോ തീര. അതുപോലെ മാ യഹ്കിൽ ലി ഹജമിൽ ആളായി ഞങ്ങളെ ഉൽഗത്തെ ശരീരത്തെ ഉബ്ബു തഗ്ഗുങ്ങളെല്ലാം കാണ്ട പോലത്തെ വസ്ത്രമായിരിക്കും തീര. പലപ്പോഴും ആണിങ്ങ പള്ളിക്ക് വസ്ത്രം ഇട്ട പണ്ടാറ് നൈറ്റ് പാൻറ്റ് പോലത്തെ ടൈറ്റായത് ഇട്ട പണ്ടാറ്. സുബ്ഹാനല്ലാഹ് അത് ഇട്ട വന്നിട്ട് അങ്ങ് റുക്കു പോകുമ്പോൾ സുജിത് പോകുമ്പോൾ കെട്ടെല്ലാം കാണ്ട് ഞങ്ങൾക്കേ ഒരെണ്ണമാണോടും അങ്ങനത്തെ എല്ലാം ഏസിയാക്കോ തീരണം. തെല്ല് ഞങ്ങളെ നിസ്കരിക്കോ പറയുമ്പോൾ വേറമേ ഒരു നല്ല ലൂസ് ഉള്ളതായ വസ്ത്രം ഞങ്ങൾ ഇട്ടുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ അതെല്ലാം നിസ്കാര ബാത്തിലായില്ലെങ്കിലും അത് ഖിലാഫ് ലൗലായിട്ടേക്ക് നല്ലതൊക്കെ എതിരായിട്ടേക്ക് ഞങ്ങൾ ഒരു അച്ചടക്കം ഞങ്ങൾക്ക് ഞങ്ങളെ ഡ്രസ്സിലും ഞങ്ങൾക്ക് കാണണമല്ലേ. ആ നിലക്ക് ഇങ്ങനത്തെ ടൈറ്റുള്ളതായ ഡ്രസ്സ് ഇടാതിരിക്കലായിട്ടേക്ക് ഹൈർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ നിസ്കാരത്തിൽ എന്തെങ്കിലും ഏറെക്കൊണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളെല്ലാ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളെല്ലാ വ്യവഹാരത്തിലും ഒഴിവാട്ടെല്ലാം അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആഫത്ത് മുസീബത്തുട്ട് അള്ളാഹു ഞങ്ങളെ കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.